യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യേട്ടൻ വാ. അയ്യോ, ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാൻ നിന്നാ സമയം ഒരുപാടാവും. ഞാൻ ഇറങ്ങുക. ഒരു കോഫിയെങ്കിലും കുടിച്ചിട്ട് പോ സത്യ. വേണ്ടെങ്കിൽ ഇന്ദ്രേട്ടൻ കടയിൽ വരാത്തത് കൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാ. പെട്ടെന്ന് പോയേ പറ്റൂ. വരാം മനുഷ്യ. സത്യം പോയില്ലേ എങ്കളെ? അവനപ്പോഴേ പോയി. പിന്നെ മനീഷ് അവിടെ എന്ത് ചെയ്യാ? മണി, മണി, ഞാൻ വരുന്നമ്മേ. നീ എനിക്ക് വിളമ്പുന്നുണ്ടോ സിന്ധു? മതി. മനീഷ് സത്യനും അമ്പലത്തിൽ പോയതല്ലേ? ആ അതെ. നിനക്ക് അമ്പലത്തിൽ പോണെങ്കി ഇന്നലെ സഞ്ജുവിനെ വിളിച്ച് പറഞ്ഞാ പോരായിരുന്നോ മോളെ? സഞ്ജു കൂടെ വരില്ലേ? ഞാൻ അമ്പലത്തിൽ പോവാൻ വേണ്ടി മാത്രമല്ല സത്യേട്ടനെ കൂട്ടി പോയത്. അച്ഛനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? പ്രതിഭയുടെ വീട്ടിൽ പോയി അവളെ പ്രൊപ്പോസൽ ചെയ്യുന്ന കാര്യമല്ലേ? എന്നിട്ട് പ്രതിഭയെ കണ്ടോ? ആ, പ്രതിഭ അച്ഛനും അമ്പലത്തിലുണ്ടായിരുന്നു. അത് നന്നായി. വീട്ടിൽ പോവേണ്ടി വന്നില്ലല്ലോ. അവര് കല്യാണത്തിന് സമ്മതിച്ചോ മോളെ? ഇല്ല, ഇന്ന് വേറൊരാളുമായിട്ട് പ്രതിഭയുടെ എൻഗേജ്മെന്റ് നടത്താൻ പോവാ. അത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ പ്രതിഭ അച്ഛനും അമ്പലത്തിൽ വന്നത്. അത് വലിയ കഷ്ടായി പോയല്ലോ. സത്യനും പ്രതിഭ ഒരുമിക്കേണ്ടതായിരുന്നു. അതാ നല്ലത്. എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലല്ലോ. പ്രതിഭ അച്ഛനെ കണ്ട സ്ഥിതിക്ക് സത്യന്റെ താല്പര്യം അവരോട് പറയായിരുന്നില്ലേ? അതെ അതെ, അവർക്ക് സത്യനാണ് ഭേദമെന്ന് തോന്നിയ മറ്റേ എൻഗേജ്മെന്റ് മാറ്റിവെക്കാലോ. അല്ല, നിങ്ങൾ ഇത്ര എഫർട്ട് എടുത്തിട്ട് അത് നടക്കാതെ പോയല്ലോ എന്ന് കരുതി പറഞ്ഞതാ. സത്യേട്ടൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്കാർക്കും അത് മനസ്സിലായില്ലെന്ന് മാത്രം. എടാ, ചീരുവിന് എന്താ പറ്റിയേ? അവൾ ഇന്നലെ ഇവിടെ നിന്ന് വന്ന ശേഷം മക്കളെയും കൊണ്ട് ഒരേ കിടപ്പായിരുന്നു. ഞാൻ പോയി ചോദിച്ചിട്ട് ഒരു വാക്ക് ഉരിയാടിയില്ല. ഇവിടെ വെച്ച് നീ അവളെ വഴക്ക് പറയോ മറ്റോ ചെയ്തായിരുന്നോ? അവള് കണ്ടവന്മാരുടെ കൂടെ ബൈക്കിന്റെ പുറയില് കയറി ചുറ്റിയടിച്ചാ വഴക്ക് പറയല്ല വേണ്ടത്, തല്ലി കാലൊടിച്ചിടുവാ വേണ്ടത്. നീ എന്തൊക്കെയാ വിനയ് പറയുന്നേ? അവൾ ആരുടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങിയെന്നാ നീ പറയണേ? അവന്റെ കൂടെ തന്നെ, സത്യന്റെ. അവളുടെ പുറകെ ഒരു നിഴല് പോലെ കൂടിയിരിക്കവൻ. നീ ഇവിടെ കിടന്ന് സ്വപ്നം കണ്ടതായിരിക്കും. വെറുതെ മനസ്സിൽ തോന്നിയത് വിളിച്ചു പറയല്ലേ. ഓ, അമ്മക്ക് എന്നെ വിശ്വാസമല്ല ഉണ്ടല്ലോ. അമ്മയുടെ ആങ്ങളോട് ചോദിക്ക്. മാമൻ കണ്ടിട്ടാ എന്നോട് പറഞ്ഞത്. സത്യമല്ലതികെ, അവരൊരുമിച്ച് ഈ ഹോസ്പിറ്റലിന് മുന്നില് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ചീരു വന്ന ഓട്ടോ വഴിക്ക് കിടന്നപ്പോ ആ വഴി വന്ന സത്യൻ ലിഫ്റ്റ് കൊടുത്തു എന്നൊക്കെയാ രണ്ടുപേരും പറയുന്നേ. പക്ഷെ വിനയനത് വിശ്വസിക്കാൻ പറ്റണ്ടേ? എങ്ങനെ വിശ്വസിക്കും? ഞാൻ ഇന്നും ഇന്നലെ കാണുന്നല്ലോ അത്. അവള് തനിച്ച് എവിടേക്കെങ്കിലും ഇറങ്ങിയ അവൻ പുറയുണ്ടാവും. ഈ എല്ലും കഷ്ണം കണ്ട പട്ടിയെ പോലെ. അന്ന് ചീരുന്റെ വീട്ടിൽ പോയപ്പോ നമ്മൾ അവനെ ആ പരിസരത്ത് കണ്ടില്ലേ ലതികെ? ആ
അതും വിനയം പറയുന്ന ചില കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോ ഇവന്റെ വാക്കുകള് നമുക്കങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുമോ? അമ്മയും അച്ഛനും തന്നെ വിശ്വസിക്കില്ല മാമ. അവള് പറയുന്നത് വിശ്വസിച്ച് രണ്ടുപേരും കൂടി എന്നെ ഒരു സംശയരോഗിയാക്കി മാറ്റിയിരിക്കുക. അതെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട കുറെയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് കൂടിയാ. പക്ഷേ ഇന്നലെയും ചീരു സത്യന്റെ കൂടെ വന്നെന്ന് പറയുമ്പോ നീ ചീരുവിനെ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാ ലതിക. ഇവനിവിടെ വയ്യാതെ കിടക്കുമല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യ്, വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കും. ഇവിടെ അങ്കിൾ ഉണ്ടായാൽ മതി. പിന്നെ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അവൻ അടുക്കള വഴി എങ്ങാനും ഇറങ്ങി ഓടുന്നുണ്ടോന്ന് കൂടി നോക്കണം. പഠിച്ച കള്ളിയാവള്. ഇനി വേണ്ടത് റെസ്റ്റാണ്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സിനെ വിഷമിപ്പിക്കരുത്. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ശരി ഡോക്ടർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞും ചോദിച്ചും ഈ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ശരി ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ശരി. മോള് കിടന്നു. അച്ഛാ, എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? അച്ഛൻ കുറച്ചു നേരം എൻ്റെ അടുത്തിരിക്കോ? എന്താ മോളെ, എന്തു പറ്റി? മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛനുണ്ട് നിന്റെ കൂടെ. സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടപ്പോ ഞാൻ തകർന്നുപോയി. ആ നിമിഷം ഞാൻ എൻ്റെ അച്ഛനെ പോലും മറന്നു. അതാ ഞാൻ. പോട്ടെ മോളെ, സാരമില്ല. എന്റെ മോളൊരു പാവ. അതാ ആളുകളുടെ കള്ളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അതെ മോളെ, നീ ഒന്നോർത്തോ, ഒരു പ്രതിസന്ധിയിലും ഞങ്ങൾ ആരും നിന്നെ തനിച്ചാക്കിയില്ല. ഈ അച്ഛന് സ്വന്തം എന്ന് പറയാൻ പണവും പ്രതാപവും ഒന്നുമില്ല. അതിനേക്കാൾ വലിയ വില ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 5 പെൺമക്കളുടെ അച്ഛൻ ആകാൻ സാധിച്ചതാ ഈ ജീവിതത്തിൽ ഞാൻ ചെയ്ത പുണ്യം. അങ്ങനെ വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്താ മോളെ ഇത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് മറക്കാം. അതെ, ഞങ്ങൾക്ക് നീ അനിയത്തിയല്ല, മോള. അത് നീ മറക്കരുത് മഞ്ചാടി. നമ്മുടെ അച്ഛന് നിന്റെ പേരിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആർക്കും സാധിക്കാത്ത പലതും നീ വേണം അച്ഛന് നേടിക്കൊടുക്കാൻ. ചേച്ചി പറഞ്ഞതാ ശരി. നീ ഓർത്തോ മോളെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അത് ഞങ്ങൾക്കൊക്കെ സഹിക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നോക്ക്, നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ ഈ അച്ഛൻ ജീവിച്ചത്. ഇപ്പൊ ജീവിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാ. അതെന്റെ മക്കളും മറക്കരുത്. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ശരി. അതെ, ഇനി അതൊന്നും എന്റെ മോൾ ഓർക്കണ്ട. എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നേക്ക്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറമോളെ. ഒരു തെറ്റും ചെയ്യാതെ ഗോകുലേട്ടൻ ശിക്ഷിക്കപ്പെടുന്നത്. ആ പാവത്തിനെ രക്ഷിക്കാൻ അതിനുവേണ്ടി എന്ത് ചെയ്യാനും എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷി പറയാനും ഞാൻ തയ്യാറാ. അതേക്കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കണ്ട. അതിന് വേണ്ടതൊക്കെ ദാസും രഘുവും കൂടി ചെയ്തോളും. അതെ, അവര് നമ്മളോട് കാണിച്ച ദയക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കറിയാം ചേച്ചി, ഞാൻ ചെയ്തു പോയ തെറ്റിന് ഗോകുലേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. ആ മനുഷ്യൻ അപ്പൊ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ
ഈശ്വരനായിട്ടാ ഗോകുലിനെ അവിടെ എത്തിച്ചത്. ഞാൻ ഗോകുലേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കാതെ എന്നെ സഹായിക്കാൻ നോക്കിയ മനുഷ്യനെ ഞാൻ ജയിലിലടയ്ക്കാൻ സാക്ഷി പറഞ്ഞത്.